സീരീസിൻ്റെ തുടക്കത്തിൽ കഠിനാധ്വാനിയായ മരപ്പണിക്കാരൻ ഡേവിഡിനെയാണ് കാണിക്കുന്നത്. മരം മുറിക്കുന്ന സമയത്ത് അവനെ സഹായിക്കാനായി കാർലോസ് എന്നു പേരുള്ള ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു. അതിസുന്ദരിയായ മേരി എന്ന യുവതിയായിരുന്നു ഡേവിഡിൻ്റെ ഭാര്യ. ഡേവിഡ് തൻ്റെ ഭാര്യയായ മേരിയെ അതിയായി സ്നേഹിച്ചിരുന്നു. മുറിച്ചു കൊണ്ടുവന്നിരുന്ന തടി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കി വിറ്റാണ് ഡേവിഡ് ജീവിച്ചിരുന്നത്. മേരി ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. ആഭരണങ്ങൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും വാങ്ങാനായി മേരി ഡേവിഡിനെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഭാര്യയോടുള്ള അതിയായ സ്നേഹം മൂലം രാവും പകലും പണിയെടുത്ത് അവനതെല്ലാം അവൾക്ക് വാങ്ങി നൽകി. അതുകൊണ്ട് തന്നെ മേരിയും അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. സ്നേഹത്തോടെ അവൾ പശു ഉപയോഗിച്ച് ഞാൻ തന്നെ സ്നേഹിക്കുന്നുവെന്ന് വീട്ടിലെ തറയിൽ കുറിച്ചിട്ടു. പിറ്റേന്ന് അവൾ ഡേവിഡ് വാങ്ങിക്കൊടുത്തിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രമണിഞ്ഞ് അതീവ സുന്ദരിയായി അവൻ്റെ പക്കലേക്ക് ചെന്നു. ജോലിക്ക് പോകാനൊരുങ്ങി നിന്നിരുന്ന ഡേവിഡ് ഇന്ന് എൻ്റെ സഹായിയായ കാർലോസ് പനി മൂലം ലീവാണെന്നും നിനക്കെന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ എന്നും മേരിയോട് ചോദിച്ചു. ചെറിയ മരമാണ്, നീ അത് വലിച്ചിട്ടാൽ മാത്രം മതിയെന്ന് ഡേവിഡ് പറഞ്ഞതോടെ മേരി അതിന് സമ്മതിച്ചു. അങ്ങനെ ഡേവിഡ് മരം മുറിക്കാൻ ആരംഭിച്ചു. മേരി അതിൽ കെട്ടിയിരുന്ന കയറ് മറ്റൊരു ഡയറക്ഷനിലേക്ക് വലിച്ചു പിടിച്ച് നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് അവിടെ കിടന്നിരുന്നൊരു കമ്പ് ആ ഒരു കയറിൽ കുടുങ്ങിപ്പോയിരുന്നു. ഇത് ഇരുവരും ശ്രദ്ധിച്ചിരുന്നില്ല. മരം സുരക്ഷിതമാർന്ന സ്ഥാനത്തേക്ക് വീഴ്ത്താനായി മേരി ആ കയറിൽ ശക്തമായി വലിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആ കമ്പ് കപ്പിയിൽ കുടുങ്ങിയതോടെ കയർ പൂർണ്ണമായും ടൈറ്റാക്കാൻ മേരിക്ക് സാധിച്ചിരുന്നില്ല. തൽഫലമായി മരത്തിൻ്റെ ഡയറക്ഷൻ മാറുകയും അത് മേരിയുടെ ദേഹത്ത് പതിക്കുകയും ചെയ്തു. മരം വീണിരുന്ന മേരിയുടെ വലതു കൈയെ ചതഞ്ഞു പോയിരുന്നു. മേരിയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗമില്ലാതെ ഡേവിഡിനെ അവളുടെ ആ ഒരു കൈയെ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ ഒരു സംഭവം മേരിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത അവളിൽ ഉടലെടുത്തു. അവൾ അതീവ ദുഃഖിതയായി മാറി. അവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് താങ്ങാനാവാതെ ഡേവിഡ് ഇരുമ്പ് കൊണ്ട് കൃത്രിമമായൊരു കൈ നിർമ്മിച്ച് അവൾക്ക് നൽകി. പക്ഷേ അവൾക്ക് ആ ഒരു ഇരുമ്പ് കൈ ഇഷ്ടപ്പെട്ടില്ല. ഇത് തൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ അത് അരോചകമായി തീരുമെന്ന് അവൾ ഡേവിഡിനോട് പറഞ്ഞു. ഇതേ കൈ തനിക്ക് സ്വർണം കൊണ്ട് നിർമ്മിച്ച് തരാമോ എന്ന് അവൾ സ്നേഹത്തോടെ ഡേവിഡിനോട് ചോദിച്ചു. അതിന് ഒരുപാട് പണം വേണ്ടി വരുമെന്നും നമ്മളെക്കൊണ്ടത് താങ്ങില്ലെന്നും ഡേവിഡ് അവളോട് പറഞ്ഞു. അവൻ്റെ ഈ മറുപടി മേരിയെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. ഒരു നാൾ മേരി ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളുടെ അറ്റുപോയ ആ ഒരു കൈ കുട്ടികൾ കാണുകയും കുട്ടികൾ ഭയചകിതരാവുകയും ചെയ്തിരുന്നു. ഇത് മേരിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ഈ ഒരു സംഭവത്തെ ഓർത്ത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മേരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഈ ഒരു അവസ്ഥ ഡേവിഡിനെയും വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു. അങ്ങനെ അവൻ തൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റ് അവൾക്ക് ഒരു സ്വർണ്ണക്കൈ നിർമ്മിച്ച് നൽകാമെന്ന് തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഉണർന്ന മേരി ഡേവിഡിനെ കാണാതെ അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് ഡേവിഡ് അവൾക്കായി കൃത്രിമമായ ഒരു സ്വർണ്ണക്കൈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വാർത്ത കേട്ട മേരിക്ക് ഒരുപാട് സന്തോഷമായി. അതിനായുള്ള സ്വർണം വാങ്ങാനായി ഡേവിഡ് തൻ്റെ ഉപജീവന മാർഗമായ ട്രാക്ടറും മറ്റു സമ്പത്തുകളും വിറ്റിരുന്നു. അങ്ങനെ അവൻ സ്വർണം കൊണ്ടുള്ള കൃത്രിമ കൈയുണ്ടാക്കി അത് മേരിക്ക് സമ്മാനിക്കുകയാണ്. അവൾക്കിത് കണ്ട് ഒരുപാട് സന്തോഷമായി. ഒരു നാൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവളുടെ ഈ ഒരു സ്വർണ്ണക്കൈ കണ്ട് നിങ്ങൾ രാജ്ഞിയാണോ എന്ന് ഒരു പെൺകുട്ടി മേരിയോട് ചോദിക്കുകയാണ്. അതെയെന്നും ഇത് എൻ്റെ രാജകുമാരൻ എനിക്ക് സമ്മാനിച്ചതാണെന്നും മേരി സന്തോഷത്തോടെ മറുപടി നൽകി. കുറച്ച് ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. മേരി വീണ്ടും തൻ്റെ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. മേരിക്ക് ആ സ്വർണ്ണക്കൈയിൽ നിന്നും അലർജി ഉണ്ടാവുകയും അവൾ രോഗിയായി മാറുകയും ചെയ്തു. ആ സ്വർണ്ണക്കൈ എടുത്തു മാറ്റിയാലേ അസുഖം മാറുകയുള്ളൂ എന്ന് ഡോക്ടർ മേരിയോട് പറഞ്ഞു. പക്ഷേ മേരി അതിനൊരുക്കമായിരുന്നില്ല. അവളോടുള്ള സ്നേഹം മൂലം ഡേവിഡും അതിനെതിരു നിന്നില്ല. നാൾക്കുനാൾ മേരിയുടെ രോഗം മൂർച്ഛിച്ചു. താൻ മരിക്കുമെന്ന് മേരി സ്വപ്നം കണ്ടു. താൻ മരിച്ചാൽ തന്നോടൊപ്പം
ഈ ഒരു സ്വർണ്ണക്കൈയും അടക്കം ചെയ്യണമെന്നുള്ള മേരിയുടെ അവസാന ആഗ്രഹം അവൾ ഡേവിഡിനോട് പറഞ്ഞു. ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഡേവിഡ് അതിന് സമ്മതം മൂളി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഡേവിഡിനെ വാരി പുണർന്നുകൊണ്ട് മേരി മരണത്തിന് കീഴടങ്ങുകയാണ്. അവളുടെ ആഗ്രഹപ്രകാരം ഡേവിഡ് ആ ഒരു സ്വർണ്ണക്കൈ കൂടി അവളോടൊപ്പം അടക്കം ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഡേവിഡ് നിരാശയോടെ അവൾ എഴുതി വച്ചിരുന്ന "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു" എന്നുള്ള വാചകത്തിലേക്ക് നോക്കിയിരുന്നു. അവളുടെ മരണശേഷം ഡേവിഡിനെ പണി കുറഞ്ഞു. അതോടെ ഡേവിഡ് സഹായിയായിരുന്ന കാർലോസിനെ പിരിച്ചുവിട്ടു. ഈ ഒരു സമയത്താണ് സാമ്പത്തിക മാന്ദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അതോടുകൂടി ഡേവിഡ് കൈക്കൊണ്ടുണ്ടാക്കിയിരുന്ന ഫർണിച്ചറുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞു. ആളുകളത് വാങ്ങാതെയായി. അങ്ങനെ ഡേവിഡ് കൊടിയ ദാരിദ്ര്യത്തിലായി. ദാരിദ്ര്യം ഡേവിഡിൽ പിടിമുറുക്കി. അങ്ങനെ മേരിക്ക് ഗിഫ്റ്റുകൾ വാങ്ങാനായി അവൻ കടം വാങ്ങിയിരുന്ന പണം തിരികെ അടയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാവുകയാണ്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഡേവിഡ് വിഷമിച്ചിരിക്കുകയാണ്. ദുഃഖത്തോടെ അവൻ മേരിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. ഈ ഒരു സമയത്ത് മേരിയുടെ ആ ഒരു സ്വർണ്ണക്കൈ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത് തിരികെ എടുത്ത് വിറ്റ് തൻ്റെ കടങ്ങളെല്ലാം വിട്ടാമെന്ന് ഡേവിഡ് തീരുമാനിച്ചു. അങ്ങനെ അവൻ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് ഒരു മഴുവുമെടുത്ത് മേരിയെ അടക്കം ചെയ്തിരുന്ന ആ ഒരു ശ്മശാനത്തിലേക്ക് ചെല്ലുകയാണ്. കൂരാകൂരിരുട്ടിൽ ഒറ്റയ്ക്കവൻ മേരിയുടെ ശവക്കല്ലറ തോണ്ടാൻ ആരംഭിച്ചു. ശേഷം അവൻ കുഴിച്ചിട്ടിരുന്ന അവളുടെ മഞ്ച മഴ ഉപയോഗിച്ച് തകർത്തു. അങ്ങനെ അവൻ അതിലെ മരപ്പാളികൾ ഇളക്കി മാറ്റി നോക്കുകയാണ്. ഒഴുകിത്തുടങ്ങിയ നിലയിലുള്ള മേരിയുടെ മൃതശരീരം അവൻ ഭീതിയോടെ വീക്ഷിച്ചു. കയ്യിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് ഡേവിഡ് മേരിയുടെ മൃതശരീരം നിരീക്ഷിച്ചു. ശേഷം ഡേവിഡ് ആ സ്വർണ്ണക്കൈ വലിച്ചൂരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിനു സാധിച്ചില്ല. അതോടെ അവൻ തൻ്റെ മഴുവെടുത്ത് ആ ഒരു സ്വർണ്ണക്കൈ വെട്ടിയെടുക്കാനൊരുങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് മേരി കണ്ണുകൾ തുറന്നു. ഇക്കാര്യം ഭയത്തോടെ വീക്ഷിച്ച ഡേവിഡ് തൻ്റെ കൈകൊണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും അടച്ചു. പിന്നീട് അവൻ മഴ ഉപയോഗിച്ച് ആ ഒരു സ്വർണ്ണക്കൈയെ വെട്ടിയെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അരിശത്തോടെ മേരി വീണ്ടും കണ്ണുകൾ തുറന്നു. ഇത് കണ്ട് ഭയചകിതനായ ഡേവിഡ് തൻ്റെ കാറെടുത്ത് ഉടൻ തന്നെ വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിലെത്തിയതിനു ശേഷവും തന്നെ ആരോ പിന്തുടരുന്നതായി ഡേവിഡിന് തോന്നിയിരുന്നു. ഭയചകിതനായവൻ പുറത്തിറങ്ങി നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ നേരത്ത് വീടിനകത്തുണ്ടായിരുന്ന മേരിയുടെ ഫോട്ടോ തനിയെ നിലത്ത് വീണ് പൊട്ടി. മാത്രവുമല്ല അതിലിപ്പോൾ കാണാനാവുന്നത് മഴുവുമേന്തി രോക്ഷത്തോടെ നിൽക്കുന്ന മേരിയുടെ ചിത്രമാണ്. ശേഷം രൂക്ഷമായ ഭാവത്തോടെ മേരി ഡേവിഡിനെ നോക്കിയതോടെ ഭീതിയോടെ അവൻ തൻ്റെ റൂമിലേക്ക് ഓടി. അല്പസമയത്തിനകം തന്നെ തൻ്റെ സ്വർണ്ണക്കൈ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് മേരി ഡേവിഡിൻ്റെ പക്കലേക്ക് എത്തുകയാണ്. ഭയാനകമായ ആ ഒരു കാഴ്ച കണ്ട് ഡേവിഡ് തൻ്റെ പുതപ്പിനടിയിൽ ഒളിച്ചിരുന്നു. തൻ്റെ പക്കലേക്ക് എത്തിയ മേരിയുടെ മൃതശരീരത്തിനെ ഭയചകിതനായി കൊണ്ടവൻ ആ ഒരു സ്വർണ്ണക്കൈ കൈമാറി. മേരി അതുമായി തിരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് ഡേവിഡ് കരുതിയിരുന്നത്. എന്നാൽ അല്പസമയത്തിനു ശേഷം മേരി അവൻ്റെ മഴുവുമായി ഡേവിഡിൻ്റെ പക്കലേക്ക് പാഞ്ഞെടുക്കുകയും കഴുത്തിലേക്ക് വെട്ടി ഡേവിഡിനെ കൊലപ്പെടുത്തുകയുമാണ്. ശേഷം മേരി ഡേവിഡിൻ്റെ മൃതശരീരത്തോടൊപ്പം അവിടെ കിടന്നു. എങ്ങനെയാണ് ഡേവിഡ് കൊല്ലപ്പെട്ടത്? മേരിയുടെ മൃതശരീരം അവിടേക്ക് അങ്ങനെ എത്തി. ഇതൊന്നും കാർലോസ് ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. നാട്ടുകാർ മേരിയുടെ സ്വർണ്ണക്കൈയോടുകൂടി അവളെ വീണ്ടും അടക്കം ചെയ്തു. തൊട്ടപ്പുറത്തായി ഡേവിഡിനെയും കാർലോസ് പറയുകയാണ്, ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം ദരിദ്രരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. മേരിയുടെ സ്വർണ്ണക്കൈ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഏവർക്കും അറിയാം. പക്ഷേ ആരും തന്നെ അതെടുക്കാൻ തുനിയില്ല. കാരണം അതെടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഏവർക്കും അറിയാം. മരിച്ചതിനു ശേഷവും താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സ്വർണ്ണക്കൈയിന് കാവലായിരിക്കുന്ന മേരിയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.